അപ്പോൾ ഗൈസ് നമ്മൾ കളിക്കാൻ നമ്മളെ ചത്ത പച്ചയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാർ റിവ്യൂ ഒക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ലോഗിങ് ഒക്കെ ചെയ്തു. ഇപ്പോൾ ഇനി നമുക്ക് എന്തായാലും നേരെ കളിച്ചു നോക്കാം. എല്ലാവരും 5 സ്റ്റാറിന് കൊടുത്തത് കുറച്ച് ക്യാരക്ടേഴ്സൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതുപോലെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, 2-3 ക്യാരക്ടർ ഉണ്ട് ഇല്ലയെന്ന് പറഞ്ഞു. ഇത്ര വല്ല വയസ്സ് കണ്ട. അപ്പോൾ നമ്മൾ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖൊക്കെ ഉണ്ട്. ഉണ്ടോ? അപ്പോൾ സെലിബ്രേഷനൊക്കെ സൂപ്പറായിട്ടുണ്ടായി. എന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം ഗൈസ്. ഇവരെ ഈ ക്യാരക്ടറൊക്കെ ഉണ്ട്. നമുക്ക് ആരെ എടുക്കാം? അർജുൻ അശോകനെ എടുക്കാം ഗൈസ്. പക്ഷെ ഇതെങ്ങനെ കുറച്ച് ലാഗെന്ന് തോന്നുന്നു. ഇത് ചിലവും വർക്കാവുന്നത്. ഞാൻ പേര് കൊടുത്തിരുന്നു കേട്ടോ ഇതിൽ. ഇതൊന്ന് നമ്മുടെ എനിമിനെ കൂടി നമ്മളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ സെലക്ട് ചെയ്യാം. ഞാനത് ചെയ്തില്ല. അപ്പം ലോഡിങ് കുറച്ച് ഇറക്കി കുഴപ്പമില്ല. ഫസ്റ്റ് അർജുനേഷനെ കിട്ടുക. പിന്നെ ഞാൻ ഇത് റീലുണ്ടായി കമൻറ്റ് ചെയ്യാണ്ട് ഭയങ്കര ലാഗാണ്, ജയിക്കാനൊക്കെ ഭയങ്കര പാടാണെന്ന്. നമുക്ക് എന്തായാലും റോഷൻ മാച്ചിന് എടുക്കാം. നമ്മൊരു മറ്റേ ഫൈറ്റ് സീനില്ലേ ലാസ്റ്റത്തെ, അതൊന്ന് ചെയ്യണം ഗൈസ്. കളിച്ച് നോക്കാം എന്തായാലും. ആനിമേഷൻ ഒന്നും കുഴപ്പമില്ല ഗൈസ്. പണ്ട് പുലിമുരുകൻ ഇറങ്ങുന്നു, പുലിമുരുകൻ ഉണ്ട് ഗൈസ്. അത് ഞാൻ കളിച്ചിട്ടില്ല, വേണേ കളിക്കാം ഗൈസ്. വേണ്ട, കുറച്ച് ലാഗുണ്ട്. ബട്ടൺ കുറച്ച് ലാഗാണ്, പക്ഷേ കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ മലയാളികൾ തന്നെ ഉണ്ടാക്കിയാണ്. ഞാൻ ഇടിക്കണ നേരത്തെ എന്താണെന്ന് പറയാ. അടിയിലണ്ട ചത്ത പച്ചന്നൊക്കെ എഴുതിണ്ട് ഗൈസ്. അതെങ്ങനെ വേണം? നമുക്ക് മിസ്സായി ഗൈസ്. എനിക്കൊന്ന് അത് കറക്റ്റായത് മറത്തണം. പറ്റുന്നില്ല. ഇവര് നമ്മളടിക്കുന്നോന്നല്ലേ ഇതില്. അതിനാണ് ഗൈസ് കാട്ടണത് നമ്മളെ പ്ലെയറിന്. ഞാൻ പക്ഷേ ഇതിൽ HRK ലോബോന്നാണ് പേരിട്ടത്, പക്ഷെ അതൊന്നും കാണിക്കില്ല. നമ്മൾ മലക്കടിച്ച് ഗൈസ്. ഗൈസ് എനിക്ക് തോന്നുന്നു ഇതിന് നല്ല ലാഗെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റാണ് അമർത്തത്, പക്ഷെ എത്തിയത് കൊണ്ടാണ് അതായത്. ഇതിന് നമ്മൾ മലക്കടിച്ചിട്ടുണ്ടാ. അതിനാണ് കൊള്ളാം. മലത്തിയടിച്ച് കളി കഴിഞ്ഞാ. ഇതിൻ്റെ ഒന്ന് നമ്മ എണീക്കണം എന്ന് തോന്നുന്നു. എടേ ഞാൻ അതുമാണ് ഞാൻ മറച്ചത്. എന്താണ് നമ്മൾ തോറ്റി ഗൈസ്. പക്ഷെ ഞാൻ ഇത് എനിക്കൊന്നും നല്ലല്ലേ. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ കറക്റ്റ് അമർത്തുമ്പോൾ അത് കുറച്ച് ദൂരെ പോയിട്ടാണ് ആക്കണത്. ഞാൻ റീൽസിൽ ഇത് ഇങ്ങനെ കണ്ടത്. അപ്പോൾ അത് ശരിയാണ് ഗൈസ്. നിങ്ങളൊന്ന് കളിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇനി വേറെ വിശാഖനെ കളിച്ചിട്ട് അപ്പോൾ റൗണ്ട് 2 ആണ്. എനിക്കൊന്ന് റൗണ്ട് 4 ഉള്ളൂ. 4 വരെയാണ്. നമ്മളെന്തായാലും ഇപ്പോൾ ഒരെണ്ണത്തിൽ തോറ്റു. അതിൽ നമ്മൾ പേരൊക്കെ എഴുതി കാണിക്കുന്നു കേട്ടോ. ലോബോ, പിന്നെ ചെറിയാൻ, വാൾട്ടറൊന്നുമില്ല ഗൈസ്. വാൾട്ടറിനെ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടു ഒരു റിവ്യൂ പ്ലേ സ്റ്റോറിലുണ്ട് ഗൈസ്. പ്ലേ സ്റ്റോറിൽ കണ്ടിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അതിൽ എനിക്ക് ഇല്ലാത്ത ക്യാരക്ടേഴ്സിനൊക്കെ ഒരാൾ പറഞ്ഞു തന്നു. അത് കറക്റ്റാണ്, വാൾട്ടറൊന്നും ഇല്ല. ഇനി വല്ല അപ്ഡേറ്റ് ഒന്നും വെക്കാൻ ചാൻസ് ഇല്ല.
അപ്ഡേറ്റ് വരാണെങ്കിൽ അങ്ങനെ ചെയ്യണം കാര്യം. എടേ കണ്ട ഇതൊക്കെ പ്രശ്നം. അതായത് അത് വർക്കാവണില്ല. അത് ഞാൻ അത് അമർത്തുമ്പോൾ അവിടെ വെച്ച് അമർത്തുമ്പോൾ അത് ദൂരെ പോയിട്ടാണ് അത് ചെന്ന് ആവണേ കേട്ടോ. അതാണ് ഇതിന് പ്രശ്നം തോന്നുന്നത്. അതൊന്നും നമുക്ക് കറക്റ്റ് അറിയാനും പറ്റുന്നില്ല. നമ്മുടെ രണ്ടാമത്തെ ടെൻഷന് കണ്ട ഒരു സൈഡിൽ എന്ത് പോലും പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും തോക്കണമെന്ന് തോന്നുന്നു. ഹെൽത്ത് എനിക്കാണ് കൂടുതൽ. മോളി പറഞ്ഞ മഞ്ഞാരിയാണ് ഒന്ന് കൈസ് ഹെൽത്ത്. അവൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവനെ അടിച്ചിരുന്നത്. ഈ ആ സാധനം വീണ്ടും തോന്നുന്നു. എടേ അതാണ് ടഫ്. ആ സാധനം ടഫ് അമർത്ത്. കണ്ട ഞാൻ അവിടെ വെച്ചാണ് അമർത്തിയത്. എടേ ഇത് മലച്ചടിച്ച് കണ്ട നമ്മുടെ 40 എത്ര ഹെൽത്ത് പോകും. കണ്ട ഒരു അടിക്ക് 5 ഹെൽത്താണ് പോവുക. ഇനി നമ്മൾ എണീക്കണം തോന്നുന്നു. എണീക്കാനും ആ സാധനം അമർത്തണം. അത് തോറ്റടേ. ഒന്ന് ഞാൻ ദൂരത്ത് വെച്ചിട്ടാണ് ആക്കിയത്. നമുക്ക് ദൂരത്ത് തന്നെ വെച്ചാക്കാം. ഇതാ നമ്മങ്ങനെ വില്ലനെ മുമ്പിൽ തോറ്റ്. അയ്യോ പാവർത്തിനശോകെ ആളെടുത്തിട്ട് ഞാൻ ഇങ്ങനെ തോൽത്തി കൊടുക്കണം. പക്ഷെ നമുക്ക് പറ്റണം കേട്ടോ. നമുക്ക് ഈ ക്യാരക്ടറിനെ എടുത്തോക്കാം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇപ്പോൾ വീണ്ടും മാച്ച് കൊടുക്കണ്ട ഗൈസ്. നിങ്ങൾ ചെമൻ മുക്കണ്ട. മലയാളമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ആ ഒരു സിനിമയുള്ള ആ ഒരു സ്ഥലം പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അടിയിൽ ചത്താ പറ്റൊന്നുമില്ല. പക്ഷേ ഗൈസ് അതിൻ്റെ പേര് നൈട്രോ കിളി എന്നാണ് തോന്നുന്നു. നൈട്രോ കിളി എന്നാണ് ഇട്ടുള്ളത് ഇതിൽ. നമ്മൾ മലച്ചടിച്ച് ഇതൊന്നും അതന്നെ പ്രശ്നം. നമുക്ക് ഇടിക്കാൻ തീരെ പ്രശ്നമില്ല. പക്ഷേ ഇതാക്കാണ് ആ സാധനം അമർത്താനാണ് കഴിച്ച പ്രശ്നം. പിന്നെ മാത്രമല്ല നമുക്ക് ക്യാരക്ടറിൽ ഈ ക്യാരക്ടറും പിന്നെ അർജുൻ അശോകൻ്റെ ക്യാരക്ടറും പിന്നെ മറ്റേ അർജുൻ അശോകൻ്റെ അനിയൻ വിക്ടറല്ലേ നമ്മുടെ മാർക്കോലെ, അതിൻ്റെ ക്യാരക്ടർ മാത്രം കിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ലോക്കാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് കളിയൊക്കെ ജയിച്ച് ബെൽറ്റല്ലേ ഗിഫ്റ്റ്. അപ്പം അത് കിട്ടുമ്പോൾ തോന്നുന്നു കിട്ടുക അൺലോക്കാവാം. അങ്ങനെയാണെങ്കിൽ വാൾട്ടറൊക്കെ വരികയാണെങ്കിൽ സീനൊക്കെ ഉണ്ട് ഗൈസ്. ബോസ് ആയിട്ട് വാൾട്ടറൊക്കെ ആണെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടടാ. ഇതിൽ ചാൻസും ഇല്ല ഗൈസ്. പിന്നെ 3 പ്രാവശ്യം കിട്ടണതിൽ ആക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും മലത്തി വെച്ചിട്ട് ആക്കണം. ഇത് എന്നാലും എനിക്ക് ഇതൊരു മെയിൻ പവർ എന്നാണ് ഇതിൽ കാട്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഇത് എയറി വെച്ച് അടിക്കുമ്പോൾ പറക്കണേ. പക്ഷേ ഇങ്ങനത്തെ ഇതൊന്നും സിനിമ ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു കയറുമ്മ കയറി ചാടി ഇടണമെന്ന് തോന്നുന്നത്. അതാണ് സിനിമ ഞാൻ കണ്ടത്. മലത്തിയടിച്ച് ഗൈസ്. ഇനി എണീപ്പിക്കണം എന്നാലും നമുക്ക് എന്തായാലും എണീക്കാൻ പറ്റില്ല. ഇത് പറ്റിയ ഒന്ന് ആയി ദൂരത്ത് വെച്ചാക്കണം ഗൈസ്. എന്ത് കഷ്ടടാ. ഇതിലേറ്റവും വീക്കായിട്ടുള്ള പ്ലെയറിൽ നിന്നാണ് അർജുൻ അശോകൻ തോറ്റത്. അർജുൻ അശോകൻ ഇതറിഞ്ഞ വിഷമം. അർജുൻ അശോകനെ അപമാനാണ്. അടുത്ത് എന്തായാലും വിക്ടറിനെ എടുക്കാം. ഇവൻ്റെ എന്തോ ബോംബെ അങ്ങനെ എന്തോ ഒന്ന് സിനിമയുടെ പേര്. അല്ല, ഈ ഒരു ഇതിൻ്റെ പേര് മുംബൈ അങ്ങനെ തോന്നുന്നു. അർജുൻ അശോകനെ അറിയാലോ. കൊലോബോ
ഓ തൂഫാനാ അങ്ങനെയാണോ എനിക്കറിയ ഓർമ്മയില്ല ഗൈസ്, നമുക്ക് പറയാൻ പറ്റില്ല. റോഷൻ്റെ വെട്രി തന്നെയാണ്. ഇത് ഇത്രയേ ഉള്ളൂ ഗൈസ് ഗെയിം. നമ്മത് അടിക്കണം, പിന്നെ ജയിക്കണം, പിന്നെ ആ സാധനം അമർത്തണം, അതാണ് ടഫ്. പിന്നെ ക്യാരക്ടേഴ്സിനെ അൺലോക്ക് ആക്കണം. അതിനാകെ 2 ക്യാരക്ടേഴ്സ് അൺലോക്ക് ആക്കാനുള്ളൂ. ഒന്ന് വിശാഖും പിന്നെ വെട്രി എന്ന് തോന്നുന്നു. ഒരു 2 ആളെയാണ് നമുക്ക് അൺലോക്ക് ആക്കേണ്ടത്. പിന്നെ എനിമി നമുക്ക് ഏതാണ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗെയിം ആകെയുള്ളൂ. പക്ഷെ എനിക്കിത് ജയിക്കണം, ജയിച്ച് നിങ്ങൾ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതാണ് കഴിച്ച് പറ്റാത്തത്. ഇതെന്ത് ചെയ്യുന്നറിയില്ല. കുറേ ഇടി അങ്ങോട്ട് കൊള്ളും, കുറേ ഇടി ഇങ്ങോട്ട് കൊള്ളും, പക്ഷെ ജയിക്കാൻ പറ്റില്ല. ആ ഇടിയൊക്കെ ഒന്ന് നമുക്ക് സീൻ്റെ വയസ്സ് ഇപ്പോൾ പറഞ്ഞ ഒരു പണ്ടാറുണ്ടല്ലോ, അയ്യോ ഇതൊന്നും ഇതിനാണ് ഇത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ മയ്യൊക്കെ ആണെങ്കിൽ ജയിക്കായിരുന്നു വയസ്സ്. നിങ്ങളൊന്ന് കളിച്ചിട്ട് നോക്കി നോക്കുക കേട്ടോ, ഇത് അങ്ങനെയാണോ എന്ന്. എനിക്ക് ചിലപ്പോൾ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമായിരിക്കാം. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ റീൽ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ കമൻസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ. 1 ദൂരത്തെ വെച്ചാൽ മാത്രം കേട്ടാ. 2 ഊരാശം വെച്ചാൽ ഊരാച്ചനെ അമർത്താൻ ജയിച്ചനെ. ഷേ ഇനിയിപ്പോൾ വീണ്ടും മഴത്തിരിയോടെ നമ്മളടിച്ച് പറഞ്ഞില്ലേ. ഇത് നോക്കണ്ട, എനിക്കില്ല, നമ്മളത് പൊങ്ങൂല, അത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ബുദ്ധി? എന്തിന്റെ കുഴപ്പമായത്? തോറ്റ് കണ്ട അവന് ബെൽറ്റ് കിട്ടിയണ്ട. 4ാമത്തെ മാച്ച് ചെയ്തെന്ന് തോന്നുന്നു നമ്മളിത്. നമ്മൾ എല്ലാത്തിനും തോറ്റിയണ്ട, അവനപ്പോൾ ബെൽറ്റ് കിട്ടി. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ചത്താ പച്ച ഒന്നും നോക്കണ്ട.